ഹായ് ഫ്രണ്ട്സ്, യുണീക്ക് ഡേൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ട്രെസ്ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ റിട്ടേൺ റെസിപ്പി അനുസരിച്ച് എഗ് യോക്കും വൈറ്റും വേറെ വേറെ ആക്കി ബീറ്റ് ചെയ്തിട്ടാണ് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. എന്നാൽ ഞാനിവിടെ ഒരു ബേസിക് വാനില സ്പഞ്ച് കേക്കിലാണ് മിൽക്ക് കേക്ക് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര പൊടിക്കുന്നതിന് മുമ്പുള്ള അളവാണ് 1 കപ്പ് എന്നുള്ളത്. അപ്പോൾ പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് മിക്സായി ഒരു ലിക്വിഡ് ഫോമിലായിട്ട് വരണം. അതുവരെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 കപ്പ് ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കേക്കിന് ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അരിപ്പയിലൂടെ 1-2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. ഇങ്ങനെ അരിച്ചെടുത്താൽ കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇനി നമുക്ക് ഈ 2 ഇൻഗ്രീഡിയൻസും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ചായി ചേർത്ത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി ഞാൻ ഈ കേക്ക് ചെയ്യുന്നത് സ്റ്റൗ ടോപ്പിലാണ്. അപ്പം ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതിൻ്റെ അടിയിൽ ഒരു ഗ്രില്ലും കൂടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി പാത്രത്തിലോട്ട് 1.5 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ കേക്കിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിക്കാം. ഒരു 20-25 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും എടുത്തിട്ടില്ല. നമ്മളുടെ കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു കത്തിയോ ഫോർക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് കേക്കിലേക്ക് ഒഴിക്കുന്ന മിൽക്കിൻ്റെ മിക്സ്ചർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഒരു ക്രീമോ, വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ, ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തത്. കാരണം ഫ്രഷ് ക്രീം ചെയ്തപ്പോൾ എനിക്ക് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളുടെ കേക്ക് നന്നായി ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മളുടെ പാലിൻ്റെ മിക്സ്ചർ നന്നായി കേക്ക് അബ്സോർബ് ചെയ്യുള്ളൂ. നമുക്ക് നമ്മളുടെ പാലിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പോളം മാറ്റി വെക്കുക. ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ ഇതിലേക്ക് തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു 1 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് ഡെക്കറേഷൻ ആവശ്യമുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് ഓൾറെഡി ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇതിൻ്റെ കേക്കിൻ്റെ മേലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത്. നമ്മൾ നോർമൽ സ്പഞ്ച് കേക്കാണെന്നൊന്നും വിചാരിച്ച് ടേസ്റ്റ് ഇല്ലാന്നൊന്നും കരുതരുത്. അടിപൊളി കേക്കാണ്. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നത് വരെയും ബൈ ബൈ.